ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് നിഫ്റ്റിയിലാണ് ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ നിന്ന് രാവിലെ തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ടൊരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഡൗൺ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഏകദേശം ഒരു 2-3 ട്രേഡ് എടുത്തു. 2-3 ട്രേഡിൽ കൂടെ എനിക്ക് അത്യാവശ്യം ലോസാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ അപ്പ് സൈഡ് മൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കാൻ വേണ്ടി വിചാരിച്ചു, പക്ഷേ അത് നമുക്ക് വൊളറ്റാലിറ്റി കൂടുതലായിരുന്നു. പെട്ടെന്നുള്ള ക്യാൻഡിൽസിൻ്റെ മൂവ് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം മുകളിൽ പോയിട്ട് ജസ്റ്റ് താഴത്തോട്ട് ഇറങ്ങുന്നത് കണ്ടു. അതിനുശേഷം വീണ്ടും ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഈ ഒരു ലെവല് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത്. ഏകദേശം ഞാനൊരു 2-3-4 ട്രേഡിനടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നിഫ്റ്റി താഴത്തോട്ട് വന്നിട്ട് പിവറ്റിൽ ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ ഏകദേശം ഒരു ചെറിയ അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാനൊരു ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിലെനിക്ക് ഏകദേശം ഒരു 7 പോയിൻറ്റോളം 8 പോയിൻറ്റോളം എനിക്കതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റി, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഡൗൺ സൈഡാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ എക്സിറ്റ് ചെയ്തു. ഡൗൺ സൈഡ് വന്നിട്ട് ഇവിടെ ഈ ഒരു മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്ത് കണ്ടപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു, 2,100 അവിടെ വന്ന് സപ്പോർട്ട് എടുത്തപ്പോൾ ഞാനൊരു ഓർഡർ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഏകദേശം ഒരു 3 പോയിൻറ്റിനടുത്ത് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഇന്നത്തെ പ്രോഫിറ്റ് എല്ലാം കൂടെ ചേർന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് 7,163 രൂപയാണ് പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. രാവിലെ എടുത്ത ട്രേഡെല്ലാം നഷ്ടത്തിലായിരുന്നു, എന്നാലും ഉച്ചയ്ക്ക് ശേഷം അത് എനിക്ക് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.